إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പഠിതാക്ക സഹോദരികളെ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കടിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിലെ 166-ാമത്തെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. ഇതാണ് വചനം. ആശയം ദുനിയാവിൽ നിന്ന് പലരും നേതാക്കന്മാരെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളാണ്. അവർ നാളെ അനുഭവിക്കുന്ന പ്രയാസകരമായ സാഹചര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അനുയായികൾ നേതാക്കന്മാരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ദിവസമാണ്, സന്ദർഭമാണ് അത്. ശിക്ഷ നിൽക്കുന്നവരെ കാണുമ്പോൾ അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിന്റെ അധ്യാപനം. അടുത്ത ആയത്തിൽ അവരുടെ വിലാപങ്ങളൊക്കെ അല്ലാഹു തആല പിന്നീട് പരാമർശിച്ചു. ഇത് പിന്തുടരപ്പെട്ട ആളുകൾ, നേതാക്കന്മാർ പിന്തുണയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ആരംഭിച്ചത്. ഇത് എന്നുള്ളത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ലർഫാണ്. ഒഴിവാകുന്ന ആ സന്ദർഭം നീ ഓർക്കണം, ഓർക്കുക എന്നതാണ് ഇവിടുത്തെ ഉദ്കുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അതോടെ ഓർമ്മിപ്പിക്കാൻ നമ്മോട് പറയുകയും ചെയ്യും. അതാണ് ഇത് എന്ന വാക്ക്. നീ ഓർക്കണം, നീ ഓർമ്മിപ്പിക്കണം എന്നും അത് രണ്ടും ഉൾക്കൊള്ളാമെന്നാണ്. എന്താണ് ഓർക്കേണ്ടത്? ഇത് ഒഴിവായി, അകന്നു പോവുക, ഒഴിഞ്ഞു പോവുക എന്നൊക്കെയാണ് എന്ന വാക്കിന് അർത്ഥം. നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്ന, വിട്ടുമാറുന്ന ആ രംഗം ഓർക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ എന്നാണ്. നേതാക്കന്മാർ തങ്ങളെ പിൻപറ്റി അനുയായികളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭമുണ്ട്. ശൈഖ് അഹ്മദ് പറയുന്നു, നേതാക്കന്മാർ ജനങ്ങളെ കുഫ്റിലേക്ക് ക്ഷണിക്കുന്നു. ഉദാഹരണമായി കുഫ്റിലേക്ക് ആളെ ക്ഷണിച്ചവനാണ്. തന്നെ ആരാധിക്കണമെന്നും ഞാനാണ് പറഞ്ഞു അതിലേക്ക് ആളെ ക്ഷണിച്ചവനാണ് ഫിർഔൻ. അവന് അവന്റെ ജനത അനുയായികളാണ്. ഇതുപോലെ എല്ലാവരെയും ബഹുദൈവ ആരാധനയ്ക്ക് ശ്രദ്ധിക്കുന്ന ആളുകൾ, ദൈവ നിരാശ ശ്രദ്ധിക്കുന്ന, പിഴച്ച മാർഗത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ,
വിഗ്രഹാരാധന ആളുകൾ, ഇങ്ങനെയൊക്കെ ആളുകളെ ക്ഷണിക്കുന്ന നേതാക്കന്മാർ, ആ ക്ഷണം സ്വീകരിച്ച് കൂടെ കൂടിയ അനുയായികൾ, ഈ നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറും, അവരുമായി ബന്ധമൊഴിവാകും എന്നാണ്. അവരൊക്കെ ഈ അനുയായികളെ സംരക്ഷിക്കാൻ കഴിയാതെ പ്രയാസ സാഹചര്യമുണ്ടാകും. وقد ذكره وتعالى مناقشة بعضهم لبعض ومهاجة بعضهم لبعض في آيات. ഇവർ തമ്മിലുള്ള തർക്കങ്ങളും അവർ തമ്മിലുള്ള ഇത്തരം സംസാരങ്ങളും ഒക്കെ ധാരാളം അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള അനുയായികളിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന ബന്ധമൊഴിവാകുന്ന, ഉത്തരവാദിത്തം ഒഴിവാകുന്ന ആ രംഗം അവിടെ മറ്റൊരു ചർച്ച കൊണ്ടുവരുന്നു. നേരായ ഇമാമുമാരെ പിൻപറ്റിയവർക്ക് ഇത് ബാധകമാകുമോ? അതേപോലെ ശരിയായ പണ്ഡിതന്മാരെ പിന്തുടർന്നവർ അവർക്ക് ഇത് ബാധകമാണോ? ഒരിക്കലുമല്ല. സംശയമില്ല. കാരണം പ്രവാചകന്മാരെ പിന്തുടരുന്ന ആളുകൾ അവർ പ്രവാചകന്മാർ ഒഴിവായി അറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമോ? ഇല്ല. അവർ സത്യത്തിലേക്കാണ്. ആ പ്രവാചകന്മാരുടെ വഴി പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു കൊടുത്ത പണ്ഡിതന്മാർ, അത് സ്വീകരിച്ച ആളുകൾ, അവർ തമ്മിൽ ഇങ്ങനെ ബന്ധം മുറിഞ്ഞു പോകുമോ? ഇല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇൽതഖീ. കൂട്ടുകാർ പരസ്പരം ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ. മുത്തഖീങ്ങൾ ആ സ്നേഹബന്ധം, ആ കൂട്ടുകെട്ട്, അതെല്ലാം അവിടെ എന്താണ് സുഖ്റുഫിലെ ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഇവർ ഈ രംഗമാണ്, അദാബ് കാണുന്ന, ശിക്ഷ കാണുന്ന രംഗത്ത് നേതാക്കന്മാർ അനുയായികൾക്കായി ഉത്തരവാദിത്തം ഒഴിവായി കൈമാറുമെന്നാണ് ഈ ഖിയാമത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ അത് പ്രയോഗിച്ചതോ ഭൂതകാലങ്ങളിൽ ഇത് തബറ, ഒഴിവായ എന്നാണോ പറഞ്ഞത്. ശിക്ഷ കണ്ട സന്ദർഭമൊക്കെയാണ്. ശരിക്കും ശിക്ഷ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. ബന്ധം ഒഴിവായിട്ടില്ല, ഒഴിവാകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഒഴിവാകുമെന്ന്, നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നടന്നു എന്ന രീതിയിൽ അല്ലാഹു തആല ഭൂതകാലങ്ങളിൽ ഉപയോഗിക്കുന്നു. ഉദ്ദേശമാകട്ടെ ഭാവികാലമാകാനും. ഇങ്ങനെ ഖുർആൻ ധാരാളമായി കാണാം. ഇത് ഉണ്ടാകുമെന്ന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. 100% ഉറപ്പ് കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് നടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ നടന്നു എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചത്. അവർ ശിക്ഷ കാണുകയും ചെയ്യുന്നത് കൺകൊണ്ട് ആ ശിക്ഷയെ കൺമുമ്പിൽ കാണുമ്പോൾ നേതാക്കന്മാരൊക്കെ ഉത്തരവുകളാണ്, ഞങ്ങൾ ഏൽക്കൂല, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് നേതാക്കന്മാർ കൈമലർത്തുമെന്നാണ്. എല്ലാ സബബുകളും അവർക്കിടയിലുള്ള ബന്ധം അതോടുകൂടി മുറിഞ്ഞു പോവുകയും ചെയ്യും. മുറിഞ്ഞു പോവുകയും ചെയ്യും. അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി മുറിഞ്ഞ് ഇല്ലാതായി പോവുകയും ചെയ്യും എന്നാണ് അല്ലാഹു തആല സബബ് എന്നതിന്റെ ജംആണ് അസ്ബാബ്, അഥവാ അൽ മുറാദു ബിഹാ കുല്ലു സബബിൻ യുഅല്ലിഖു ബിഹി അൽ ഇന്തിഫാഅ മിൻ അൽ മത്ബൂഈൻ. ഈ അനുയായികളോട് ഉപകാരമെന്ന് പറഞ്ഞ് അവര് പഠിപ്പിച്ചുകൊണ്ടോ അതെല്ലാം അവസാനിച്ചു പോകുമെന്നാണ്. ഞങ്ങൾ കൂടെ കൂടി അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞ് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു, ഇത്തബിഉ സബീലനാ വൽയഹ്മിൽ ഖത്ഖയാ, ഞങ്ങളെ പിൻപറ്റുക, നിങ്ങളെ പാപഭാരം ഞങ്ങൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞവരുണ്ട്. ഫിർഔൻ പറഞ്ഞു, മാ ഉരീകു ഇല്ലാ മാ അറാ വമാ അഹ്ദീകു ഇല്ലാ സബീല, നേരായ വഴിയിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് വഴി കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെ അവസാനിച്ചു. ഈ നേതാവിനെ കൂടെ കൂടിയാൽ രക്ഷപ്പെടാൻ പറ്റും, സ്വർഗത്തിലേക്ക് എത്തും, എനിക്ക് വലിയ മഹത്വം കിട്ടും വിചാരിച്ച ആളുകൾ യഥാർത്ഥത്തിൽ തിരിച്ചാലുണ്ടാവുക അതെല്ലാം ഇല്ലാതായി.
ആ പോലും മുറിഞ്ഞു പോകുന്നതാണ്. അസ്ബാബിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാഖ്യാനം അൽ മവദ്ദ, അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ ദുനിയാവിൽ നേതാക്കളും അനുയായികളും വലിയ സ്നേഹമായിരിക്കും, സ്നേഹമെല്ലാം മുറിഞ്ഞില്ലാതായി പോകും, അതൊക്കെ അവസാനിക്കും. അതാണ് വഹാകദാ കുല്ലു മൻ തവസ്സക ബിസബബിൻ ലം യജ്അൽഹു അല്ലാഹു സബബൻ ലിന്നജാ, രക്ഷക്കുള്ള സബബായി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഏത് കാര്യത്തെയും സബബായി ഉപയോഗിച്ചാൽ അവനെല്ലാം ഗതി ഇത് തന്നെയാണ്. സ്വർഗ്ഗത്തിലേക്ക് എത്താൻ, കൂലി കിട്ടാൻ എന്ന് പറഞ്ഞ് അല്ലാഹു നിശ്ചയിക്കാത്തൊരു വഴിയെ സ്വീകരിച്ചാൽ അവിടെ വഴി അവിടെ രക്ഷപ്പെടുത്തുകയില്ല, അത് നഷ്ടമുണ്ടാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്, ഫൽ മുന ബിദുആഇൽ ഔലിയാഇ വദുആഇൽ അംബിയാഇ വദുആഇൽ റുസുലി, പ്രവാചകന്മാരുടെ ആളുകൾ, ഔലിയാക്കളെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, വമിൻ ബാബി ഔലാ ദുഅസ്ജാരി വൽഅഹ്ജാർ വമാ അസ്ബഹ ദാലിക, കല്ലുകോട് മരത്തിലൂടെല്ലാം പ്രാർത്ഥിക്കുന്ന ആളുകൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇത്തരം ആളുകളൊക്കെ ഈ ഏറ്റവും ഉപകാരം ആവശ്യമുള്ള സന്ദർഭത്തിൽ അവരെ നബി വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നരകത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് ആളുകൾ, എന്നാൽ അതുകൊണ്ട് നരകത്തിലല്ല ചെയ്യുക, എന്താണോ പ്രതീക്ഷിച്ചത് അത് ഇല്ലാതായി പോവുകയും നഷ്ടപ്പെടുകയുമാണ് ചെയ്യുക. അത്തരം സംഭവങ്ങളെല്ലാം മുറിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ്. അപ്പൊ നേതാക്കന്മാരെ പിൻപറ്റി അവർ പറഞ്ഞ പ്രകാരം ജീവിക്കുന്ന ആളുകൾ ആ നേതാക്കളും പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ അവർ ബന്ധവും അവരെ അദാബിലേക്ക് കാണുകയും അവർ തമ്മിലുള്ള സ്നേഹങ്ങളും ബന്ധങ്ങളും എല്ലാം സാധിക്കുന്ന രംഗമുണ്ട്. അത് ഓർക്കണമെന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ആ അനുയായികൾ നേതാക്കന്മാർക്കെതിരായി പറയുന്ന, അവരെ തള്ളിപ്പറയുന്ന, അവരോട് ബോധിപ്പിക്കുന്ന രീതിയാണ് അടുത്ത ആയത്ത് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാണെങ്കിലും അല്ലാഹു പഠിപ്പിച്ചത് പിൻപറ്റുക, ആ വഴി സ്വീകരിക്കുന്നവരെ നമുക്ക് സ്വീകരിക്കാം. മറ്റ് എന്തു ന്യായം പറഞ്ഞാലും, ഏത് തെറ്റായ വഴി സ്വീകരിച്ചാലും, ഏത് വലിയ വലിയ കൂടിയാലും ആരും നമ്മെ രക്ഷപ്പെടുത്തുന്നവരല്ല എന്ന് മാത്രമല്ല, അതെല്ലാം നഷ്ടമായി മാറുകയാണ് ചെയ്യുക. മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഹഖ് മനസ്സിലാക്കി ആ ഹഖ് പ്രകാരം ജീവിക്കാനുള്ള അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.